യെസ്, ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് പല ഭാഗങ്ങളിലായി SFI പ്രവർത്തകർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവർ കൂടുതൽ പ്രവർത്തകർ ഈ ഗ്രില്ല് നിൽക്കുന്ന, അതായത് VC-യുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ പ്രവർത്തകർ വീണ്ടും എത്തുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവിടെ നിന്നുള്ള ചില പ്രവർത്തകരെയൊക്കെ മാറ്റാൻ ശ്രമിച്ചതാണ്. വീണ്ടും ഈ അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ അവിടെ നിന്ന് ബലമായി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പോലീസിന് എത്രത്തോളം അതിന് കഴിയും എന്നറിയില്ല. നേരത്തെ സലീം സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നേരത്തെ പോലീസ് അത്തരമൊരു ആലോചന അവിടെ നടത്തിയിരുന്നില്ല. ഏത് ഭാഗം വരെ ഈ പ്രവർത്തകർക്ക് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഇതുവരെ അവരെ അനുവദിക്കണം എന്നതിലൊക്കെ ഒരു കണക്കുകൂട്ടൽ പോലീസിനുണ്ടായിരുന്നോ എന്ന് സംശയമാണ്. നേരത്തെ അത് അലക്സ് പറയുകയും ചെയ്തു. അവരുടെ പോലീസിൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോഴും ഓരോരോ പ്രവർത്തകരെ വീതം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. സർവകലാശാലയ്ക്കകത്തും പുറത്തും ഉള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രവർത്തകരെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് സ്റ്റെപ്പ് ഇറക്കി കൊണ്ടുപോകുന്നുണ്ട്. അതിന് പ്രവർത്തകർ നേതാക്കളൊക്കെ വഴങ്ങുമോ എന്നറിയില്ല. എന്തായാലും VC-യുടെ ഓഫീസിന് മുന്നിലേക്കുള്ള ആ ഗ്രില്ല് വാതിലിന് മുന്നിൽ അത് തകർത്തോ തുറന്നോ അതിന് മുന്നിലേക്ക് അത് ഭേദിച്ച് പോകാനുള്ള പ്രവർത്തകരുടെ ശ്രമം കഴിഞ്ഞ കുറച്ച് സമയമായി ഉണ്ട്. അതൊരു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഒരു ഗ്രില്ല് തുറന്നാലും കഴിയില്ല, അതിനപ്പുറത്ത് മറ്റൊരു ഗ്രില്ല് കൂടി ഉണ്ട്. അപ്പോൾ രണ്ടും തുറന്ന് VC-യുടെ ഓഫീസിന് മുന്നിലേക്ക് പോവുക അത്ര എളുപ്പമല്ല. പക്ഷേ അപ്പോഴും പ്രവർത്തകർ അതിന് ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂറായി ഇതാണ് കേരള സർവകലാശാല ആസ്ഥാനത്തെ കാഴ്ചകൾ. പോലീസ് ഏതാണ്ട് ഒരു ഘട്ടത്തിൽ വരെ അങ്ങേയറ്റം നിശ്ചലമായി എന്ന് വേണമെങ്കിൽ കാഴ്ചക്കാരുടെ റോളിലായിരുന്നു ഈ സമരത്തിൽ ഇടപെട്ടത് എന്ന് നിസ്സംശയം പറയാം. പ്രവർത്തകർ പല വഴികളിലൂടെ ക്യാമ്പസിനകത്തേക്ക് കടന്നു. ആ കടന്ന പ്രവർത്തകർ പ്രധാനപ്പെട്ട എൻട്രൻസിൽ നിന്ന് പ്രതിഷേധിച്ചു. അതിനുശേഷം അതിൻ്റെ വാതിലുകൾ തകർത്ത് അവർ അകത്തേക്ക് പോയി. ഇതിനിടയിൽ ജനാല വഴിയും കിളിവാതിലുകളിലും ഒക്കെ കൂടുതൽ SFI പ്രവർത്തകർ പുറത്തു നിന്ന് ഈ ക്യാമ്പസിനകത്തേക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് കടക്കാൻ കഴിഞ്ഞു. അവരൊക്കെ പല പല കേന്ദ്രങ്ങളിലൂടെ പല പല വഴികളിലൂടെ VC-യുടെ ഓഫീസിന് മുന്നിലെത്തി. അപ്പോഴേക്കും ആ പ്രധാന എൻട്രൻസും തുറന്ന് അവിടെയുള്ള SFI പ്രവർത്തകരും വന്നു. സർവകലാശാലയിലെ പ്രധാനപ്പെട്ട ഹോളൊക്കെ ചാടിക്കടന്നാണ് പ്രവർത്തകർ വന്നത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അറസ്റ്റിന് പ്രവർത്തകർ വഴങ്ങുന്നുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അത് മുഴുവൻ പ്രവർത്തകരെയും അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നൊക്കെ പറയുന്നത് കുറേ സമയമെടുക്കുന്ന കാര്യമാണ്. ധാരാളം SFI പ്രവർത്തകരുണ്ട്. എന്തായാലും ഇപ്പോഴും മുഴുവൻ പ്രവർത്തകരെയും അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. VC-യുടെ ഓഫീസിന് സമീപത്തൊക്കെ എത്തിയ പ്രവർത്തകരെ ഇപ്പോൾ അവിടെ നിന്ന് പോലീസ് നീക്കുകയാണ്. ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂറായി തുടർച്ചയായി കേരള സർവകലാശാല ആസ്ഥാനത്ത് സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് SFI ഉയർത്തിയത്. ഇത് ഇപ്പോൾ ചാൻസലർക്കെതിരെയും VC-ക്കെതിരെയും കേരളത്തിലെ എല്ലാ സർവകലാശാല ആസ്ഥാനത്തും പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട്. ഇപ്പോഴിതാ അറസ്റ്റിന് വഴങ്ങാത്ത പ്രവർത്തകരെ ബലം പ്രയോഗിച്ചൊക്കെ അവിടെ നിന്ന് നീക്കുന്നുണ്ട്. അത് വീണ്ടും തർക്കത്തിലേക്കും ബഹളത്തിലേക്കുമൊക്കെ കലാശിക്കുന്നുണ്ട്. പോലീസ് ബലം പ്രയോഗിച്ച് തന്നെയാണ് ഇപ്പോഴും ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഇനിയിപ്പോഴും അറസ്റ്റിലേക്ക് പോവുക, ബലപ്രയോഗത്തിലേക്ക് കടക്കുക എന്ന് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. പല സമയത്തും ഈ പോലീസിൻ്റെ ലാത്തിയൊക്കെ SFI പ്രവർത്തകരുടെ കൈകളിലിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ലാത്തിയും ഷീൽഡും ഒക്കെ പ്രവർത്തകരുടെ കൈകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തൊക്കെ പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് നമ്മളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു ലാത്തി വീശലിലേക്കോ കൂടുതൽ നടപടികളിലേക്കോ പോലീസ് കടന്നില്ല. സംയമനം പാലിച്ചതാണ് പോലീസ് ഈ പ്രതിഷേധത്തെ നേരിട്ടത് എന്നതും ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഒരിക്കൽ കൂടി അലക്സിലേക്ക്. അലക്സ്, ഇപ്പോഴത് അറസ്റ്റിന് വഴങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു പ്രവർത്തകരല്ലേ? ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ പ്രയോഗം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പോലീസിൻ്റെ കയ്യിൽ നിന്നത് പോയി. ആ സമരം എവിടെ നിർത്തണമെന്ന് പോലീസ് ചിന്തിച്ചിരുന്നിടത്ത് ഇത് അവിടെ നിർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രവർത്തകർ ഈ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് പല ഇടങ്ങളിൽ നിന്ന് പ്രവേശിച്ചത്. അവിടെ നിന്ന് അവർ ഒത്തൊരുമിച്ച് ഈ പ്രധാനപ്പെട്ട കവാടം തുറന്ന് VC-യുടെ ചേംബറിന് മുന്നിലേക്ക് എത്തിയതാ കാണുന്നത്. രൂക്ഷമായ രീതിയിൽ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള മൽപ്പിടുത്തമാണ് കാണുന്നത്. ബലം പ്രയോഗിച്ച് SFI പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് കാണുന്നത്. നേരത്തെ SFIയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് PS സഞ്ജീവും ശിവപ്രസാദും കൂടുതൽ പ്രവർത്തകരെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അകത്തേക്ക് കൊണ്ടുപോയത് ആ ചാൻസലറുടെ ക്യാബിന് മുന്നിൽ ഇരുന്ന് സമരം ചെയ്യാനാണ്. ആ ക്യാബിൻ തകർത്ത് വൈസ് ചാൻസലറുടെ ക്യാബിനിലേക്ക് കയറാനാണ്. രൂക്ഷമായി
SFI പ്രവർത്തകരും തിരിച്ചു പ്രവർത്തിക്കുന്നു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ 1ാം നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. വൈസ് ചാൻസലറുടെ ക്യാബിന് മുന്നിലേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ച് ഇവിടെ പ്രതിഷേധം ഉയർത്തി ഈ സമയം വരെ നിന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നു. അങ്ങേയറ്റം ബലപ്രയോഗം പ്രവർത്തകർ അത് പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങേയറ്റം ബലപ്രയോഗത്തിലൂടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തി ആക്ഷനിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ ആക്ഷനിലേക്ക് കടക്കുമ്പോഴും പോലീസ് ലാത്തി വീശിയിട്ടില്ല. അതുപോലെ പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ സമയത്തുണ്ടായിരിക്കുന്നത് പോലീസിന്റെ കയ്യിൽ നിന്ന് പോയി കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തേണ്ട ഒരു സാഹചര്യം വന്നു. സ്വാഭാവികമായ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടായി. അതിന് പോലീസ് മറുപടി പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ബലപ്രയോഗത്തിലൂടെയെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി മുഖം രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിന് മുന്നിലുള്ള ഏക പോംവഴി. അതാണ് പോലീസ് ഈ സമരം ആരംഭിച്ച് ഈ മണിക്കൂർ ഈ സമയത്ത് ഈ 1ാം നില 1ാം ബ്ലോക്കിലെ ഈ VC-യുടെ ചേംബറിന് മുന്നിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്ഷൻ വലിയ പ്രതിരോധം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. വനിതാ പ്രവർത്തകരടക്കം അവിടെ തമ്പടിച്ചിട്ടുണ്ട്. വനിതാ പ്രവർത്തകരെ അടക്കം കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവരെ ബലം പ്രയോഗിച്ചു മാറ്റുന്നത്. ഒരു കയ്യാങ്കളി, അക്ഷരാർത്ഥത്തിൽ വിജയകുമാർ, ഒരു കയ്യാങ്കളിയുടെ അന്തരീക്ഷം. അത്രയും ബലം പ്രയോഗിച്ച് പോലീസ് അവരെ മാറ്റുന്നു. പോലീസുമായി രൂക്ഷമായ വാക്കേറ്റം, രൂക്ഷമായ ഉന്തും തള്ളും, കയ്യേറ്റത്തിനുള്ള ശ്രമം. അതായത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല, പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിൽ SFI പ്രവർത്തകർ നിൽക്കുന്നു. പോലീസിന് അങ്ങേയറ്റം ബലപ്രയോഗത്തിലൂടെ മാത്രമേ പ്രവർത്തകരെ ഇവിടെ നിന്ന് താഴേക്കിറക്കാനോ പിന്തിരിപ്പിക്കാനോ സാധിക്കുന്നുള്ളൂ. ആ തരത്തിൽ ഉള്ള ഒരു കയ്യാങ്കളിയുടെയും ഒരു മൽപ്പിടുത്തത്തിൻ്റെയും ഒരു ദൃശ്യങ്ങളാണ് ഇതാ കാണുന്നത്. പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്, നിരവധിയായ പോലീസുകാർക്കും അതുപോലെ സമാനമായ SFI പ്രവർത്തകർക്കും വനിതാ പ്രവർത്തകർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. രൂക്ഷമായ സമരം ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ, കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. മുമ്പ് KSUവിന്റെ സമരം നടക്കവെയാണ് വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് KSU പ്രവർത്തകർ ഇരച്ചെത്തിയത്. ആ ഇരച്ചെത്തിയതിന്റെ ഫലമാണ് ഇന്ന് ഈ ഗ്രില്ല് വൈസ് ചാൻസലറുടെയും രജിസ്ട്രാറുടെയും ക്യാബിൻ സംരക്ഷിച്ചുകൊണ്ടുള്ള സമരങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടി അന്ന് സർവകലാശാല കൈക്കൊണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമാണ് നിലവിൽ ഈ ഇരുമ്പ് കവചം ഭേദിച്ച് അതിനുള്ളിലേക്ക് കടക്കാൻ പ്രവർത്തകർക്ക് കഴിയാതെ പോയത്. പക്ഷേ അതിനുള്ളിലേക്ക് കടക്കാനുള്ള എല്ലാ ശ്രമവും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ സമരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ആരംഭിച്ച ഈ സർവകലാശാലയുടെ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലേക്ക് വന്ന് അവിടെ വെച്ചിരുന്ന ബാരിക്കേഡ് ചാടിക്കടന്നു, മതിലുകൾ ചാടിക്കടന്ന് അകത്തേക്കെത്തിയ പ്രവർത്തകർ ഈ ഡോറിന് മുന്നിൽ നോക്കി നിൽക്കുകയല്ല ചെയ്തത്. അവർ ചിന്നിച്ചിതറി പലയിടങ്ങളിലൂടെയും ഈ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിൽ കടക്കാനാണ് ശ്രമിച്ചത്. കിളിവാതിലുകൾ പോലും അവർ വഴികളാക്കി മാറ്റുന്നതാണ് കണ്ടത്. അത്തരത്തിൽ അകത്തേക്ക് SFI പ്രവർത്തകരുടെ ആ സമര രീതി അവർ പ്ലാൻഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനകത്തേക്ക് കയറിയ പ്രവർത്തകർക്ക് ആ ഘട്ടത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവർ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ളിൽ തലങ്ങും വിലങ്ങും പായുന്നതാണ് കണ്ടത്. കാരണം ഒരു നേതൃത്വം വരെ നയിക്കാൻ ഇതിനകത്തുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഡോർ തുറന്ന് ലീഡർഷിപ്പ് അടക്കം ഇതിനകത്തെത്തിയത്. തുടർന്ന് അവർ തമ്പടിച്ചു പ്രവർത്തകർ ഈ മുകളിലേക്ക് 1ാം നിലയിലേക്ക് വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് എത്തുകയായിരുന്നു. അവിടെ പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നത്. രൂക്ഷമായ സമരം വിജയകുമാർ, രൂക്ഷമായ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള കയ്യാങ്കളി, വാക്കേറ്റം, ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കം ചെയ്യുന്നതിന് പോലീസ് ശ്രമിക്കുന്നു. പ്രവർത്തകരും അത് വിഫലമാക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പ്രവർത്തകരെ അങ്ങേയറ്റം ബലപ്രയോഗത്തിലൂടെ മാത്രമേ പോലീസിന് ഇവിടെ നിന്ന് നീക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരു കയ്യാങ്കളിയുടെ അന്തരീക്ഷം, ഒരു സംഘർഷം, അങ്ങേറ്റ രീതിയിൽ ഒരു സംഘർഷം ഉടലെടുത്തിരിക്കുന്നു. പോലീസ് ആദ്യഘട്ടം മുതൽ ഈ സമരത്തിന് നേർക്ക് സ്വീകരിച്ച സംയമന നയം അത് പോലീസ് ഈ ഘട്ടത്തിൽ പോലീസിന് പൊളിക്കേണ്ടി വന്നത്, പോലീസിന് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നത് പോലീസിന്റെ തന്നെ കഴിവുകേട് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം പ്രവർത്തകർ ഇത്രയും വലിയ സുരക്ഷാ ബന്ദോബസ്ത് തീർത്ത് സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് കയറുന്നു, വിവിധ ഇടങ്ങളിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു, വൈസ് ചാൻസലറുടെ ക്യാബിനിലേക്ക് വരെ ഇരച്ചെത്തുന്നതിന് പ്രവർത്തകർ ശ്രമിക്കുന്നു. തുടർന്ന് പോലീസിന്റെ നിയന്ത്രണത്തിൽ നിന്നെല്ലാം പോയതിനു ശേഷമാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക്, അതായത് ഈ 1ാം നിലയിലേക്ക് എത്തിച്ച് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റുന്നതിനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോഴും ആ ശ്രമം തുടരുന്നു. വനിതാ പ്രവർത്തകരാണ്